നമ്മൾ കാണാത്ത ആ ഒരു സൈഡിലെ വ്യൂ വരെ കിട്ടിയുണ്ടോ? ഇങ്ങനെ വന്നു. ഓക്കെ. ഇനി നമുക്ക് വീഡിയോയിലെടുത്തു. നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് നോക്കാം. തിരിച്ചൊന്ന് ഇറക്കി നോക്കാം. എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതുകൊണ്ട് അത് തിരിച്ചു വരുന്നത്. രണ്ട് രീതിയിലേക്കുള്ള വ്യൂവും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നിലവിലുള്ള റൂമുകൾ ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചേക്കുന്നത് കണ്ടാ മിഡിൽ ക്ലാസ് ലിവിംഗ് റൂം കേരള. നേരത്തെ നമ്മൾ ഗൂഗിളിൽ നിന്ന് തന്നെ എടുത്തോണ്ടിരുന്നത്. പിന്നെ അത് മാറ്റിയതാണ് ഇപ്പൊ. കാരണം ഏതെങ്കിലും രീതിയിലുള്ള കൊമേഴ്ഷ്യൽ വയലേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഓർത്താണ്. ഇപ്പൊ കണ്ടോ മിഡിൽ ക്ലാസ് കിച്ചൺ കേരള. ജസ്റ്റ് ഇമേജസ് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ബെഡ്റൂം കേരള ജസ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് കിട്ടിയതാണ്. ഡൈനിങ് റൂം, ടോയ്ലറ്റ്, അല്ലെങ്കിൽ സ്റ്റഡി റൂം, ഓഫീസ് റൂം. ഇതേപോലെ നമ്മുടെ ഏത് റൂം ആണെങ്കിലും നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. അതല്ല ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ ഗൂഗിളിൽ നിന്ന് റെഫറൻസ് ഉള്ള രീതിയിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടൂളിലേക്ക് പോവുക. ടൂളിൽ പോയിട്ട് നമുക്ക് റീഡിസൈൻ എന്നുള്ളടത്ത് പോവുക. ആ റീഡിസൈൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഇതുണ്ട്, ഇത് ലിവിംഗ് റൂം. ഈ ലിവിംഗ് റൂം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതുണ്ട്, ഇവിടെ നമ്മൾ ആ ഇന്ത്യയിൽ എടുത്തു, ലിവിംഗ് റൂം എടുത്തു. ആ ലിവിംഗ് റൂം തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റൈൽ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇമേജ് ഇമ്പ്രൂവ്മെന്റ് മാത്രം മതി തുടങ്ങി ചെയ്യാം. അതല്ല നമുക്ക് പല രീതിയിലേക്ക് മോഡേൺ ആക്കാം, കണ്ടംപററി ആക്കാം. അങ്ങനെ പല പല രീതിയിലേക്ക് നമുക്ക് ചെയ്തു നോക്കുന്നത് കുഴപ്പമില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് മോഡേണിലേക്ക് വേണമെങ്കിൽ മോഡേൺ കൊടുക്കാം, അല്ലെങ്കിൽ നോ ഡിസൈൻ വേണം. ഇനിയിപ്പോ ഇത് നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ചാ. ഇതിപ്പോ നിങ്ങൾ റെന്റിന് കൊടുക്കാൻ പോകുന്നു വിചാരിച്ചു. അപ്പൊ റെന്റിന് കൊടുക്കാൻ നേരത്ത് ഈ ഒരു ഇമേജ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമേജ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ട്രക്ചറിൽ കൃത്യമാക്കാം. ഇത് നമുക്കൊന്ന് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ റെന്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സെയിൽസ് പർപ്പസിനോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ബ്യൂട്ടിഫുൾ ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ആൾക്കാർ ഈ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുകയും ആൾക്കാർ സെയിൽസ് നടക്കാനും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി, പിന്നെ റെന്റ് ചെയ്യാനൊക്കെ. അതല്ല കുറച്ചും കൂടെ നമുക്കൊരു കറക്ഷൻ ആണ്, നമുക്ക് കുറച്ചും കൂടെ പൈസയൊക്കെ മുടക്കിയിട്ട് നമ്മൾ അതിനകത്ത് റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് വേറെ ടൂളുകളും കാര്യങ്ങളും. അത് നമുക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നതിനകത്ത് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ആക്കാം, അതിനെ വെരി ലോ ആക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം ആക്കാം. അപ്പൊ ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇതാണ് ഇപ്പൊ നമുക്ക് വന്നേക്കുന്നത്. നമുക്ക് ഷോ ചെയ്ത് നോക്കാം. ആപ്പ് സ്കെയിൽ ഇത് HD ആക്കണമെങ്കിൽ HD ആക്കാന്ന് പറയുന്നത്. നമ്മൾ HD ആക്കുന്നില്ല. നമ്മൾ നേരത്തെ കൊടുത്തതും ഇതുണ്ടോ ചെറിയ വ്യത്യാസമുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ട് വന്നു. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇതാക്കുന്ന രീതിയിലേക്ക് വെച്ച് ആണ് ഈ ഒരു ടൂളിന്റെ പ്രത്യേകത. അതാണ് റീഡിസൈൻ എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ നമുക്ക് റീഡിസൈൻ അല്ല, കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഉണ്ടോ പെർഫെക്റ്റ് ക്രിയേറ്റീവ് റീഡിസൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് യുടെ ഇന്റർവെൻഷൻ നമുക്ക് ചിലവിടെ കുറച്ച് വെക്കാം. കാരണം അല്ലെങ്കിൽ ചിലപ്പം ഒത്തിരി ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും. നമുക്ക് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് റിനോവേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യും. ഇവിടെ സാമ്പത്തികം കുറച്ചും കൂടെ പൈസ മുടക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മള് ജസ്റ്റ് ഇത് ടൂളിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടോ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ആ ജനലോ വാതിലുകളോ മാറിയിട്ടില്ല. ഇത് കറക്റ്റ് ജനലും വാതിലും അത് തന്നെയാണ്. പക്ഷെ അതിന്റെ അകത്ത് ബാക്കി ഇതൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇതിന്റെ അകത്ത് വെച്ചാൽ ആ ഫർണിച്ചറുകളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒന്ന് കുറച്ചും കൂടെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ലുക്ക് മാറിയാണ്. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. വെച്ചാൽ ഭയങ്കര മൊത്തം ഇടിച്ചു പൊളിക്കുകയോ കാര്യങ്ങളൊന്നും അല്ല ഇതങ്ങനെ. കൺസ്ട്രക്ഷന്റെ അകത്ത് നമുക്കൊന്നും മാറ്റങ്ങൾ വരുത്താതെ ഇന്റീരിയറിൽ മാത്രം നമ്മൾ മാറ്റിയപ്പോഴത്തേക്കും അതേ റൂമിനകത്ത് സൈസിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല. പക്ഷേ ആ ഫർണിച്ചറുകളും അല്ലെങ്കിൽ അതിന്റെ ആ ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് വന്നപ്പോഴത്തേക്കും ഉണ്ടോ അതിന്റെ വ്യത്യാസം വന്നു. ഈ രീതിയിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. ഇതാണ് ഒരു ടൂൾ. ഇനിയിപ്പോ അടുത്ത് നമുക്ക് മൊത്തത്തിൽ പൊളിച്ചിട്ട് നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടൂൾ ഉണ്ട്. നമുക്ക് പെർഫെക്റ്റ് റിഡ്യൂസറിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വ്യത്യാസം വരുന്നത്? അതേ സാധനം തന്നെ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു. ഇത് വെച്ചാൽ നമ്മളിപ്പം അവർ വന്നു കഴിഞ്ഞാൽ കാണുമ്പോഴത്തേക്കും വ്യത്യാസം വരുത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സെയിലോ റെന്റിനോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ച് നമുക്ക് ഫർണിച്ചറോ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട്, നമുക്ക് ഇടിച്ചു പൊളിക്കാനോ കാര്യങ്ങളോ സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മാറ്റി അറേഞ്ച് ചെയ്യാനുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കത് കൺസ്ട്രക്ഷൻ വരെ ചേഞ്ചസ് ഒക്കെ വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മാറിപ്പോയി. പക്ഷെ ഇവിടെ കണ്ടോ ഇതിന്റെ വ്യൂ മാറിപ്പോയി. പക്ഷെ റൂമിന്റെ സൈസ് അത് തന്നെയാണ്. ഈ രീതിയിലേക്ക് നമുക്ക് ഡോറും വിൻഡോയും കൊടുക്കണം. ഇതിന്റെ വ്യത്യാസം കണ്ടോ? ഇവിടുത്തെ ഡൈനിങ് അപ്പുറത്തുള്ള സാധനങ്ങൾ നിങ്ങൾ വിട്ടേക്കും. ബാക്കിയുള്ള ഇത് നോക്കണ്ടോ? ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതേ റൂം തന്നെ നമുക്ക് പല രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. റൂമിന്റെ ആ സ്ട്രക്ചർ ഒന്നും മാറുന്നില്ല, ആ സൈസോ കാര്യങ്ങളോ മാറുന്നില്ല. പക്ഷെ വ്യത്യാസം വന്നുണ്ടോ? അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമ്മളിപ്പം ചെയ്തതിന്റെ അകത്ത് തന്നെ ഈ ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് മോഡേണിന് വരുമ്പോട്ട് ഇവിടെ ഉണ്ടോ ഇത് മാറ്റിക്കഴിഞ്ഞാൽ അന്നേരത്തേക്കും വേറെ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഇമ്പ്രൂവ്മെന്റ് ഇല്ല, ജസ്റ്റ് ആ
ഇതുണ്ട് ഇമ്പ്രൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ വേറെ ഡിസൈനോ കാര്യങ്ങളോ മാറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ക്രിയേറ്റീവ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വേറെ റിസൾട്ട് ആയിരിക്കും. ഈ രീതിയിൽ നമ്മുടെ റൂമിനെ പല രീതിയിൽ നമുക്ക് മാറ്റാനും കാര്യങ്ങളും പറ്റും. ഒന്ന് ഷോ ചെയ്ത് നോക്കാം. നേരത്തെ സ്ഥാനത്തെക്കാളും കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി. വേറെ മാറ്റങ്ങളൊന്നുമില്ല ഈ രീതിയിലേക്ക്. ഇതിന്റെ എയുടെ സാധനം കൂടെ കുറച്ചുകൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രീം ആക്കിയിട്ട് നോക്കാം. ഇങ്ങനെ നമുക്ക് വേരിയേഷൻസും കാര്യങ്ങളും വെക്കാം. അപ്പൊ നമുക്ക് വലുതായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലും കൂടെ നമുക്ക് കൊടുക്കത്തക്ക രീതിയിലേക്ക് പല ടൂളും. ഇതെല്ലാം നമുക്ക് സാമ്പത്തികം കൊണ്ട് നമുക്ക് ഫർണിച്ചറൊക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ടൂള്. നമുക്ക് മൊത്തത്തിൽ പൊളിച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ടൂള്. അങ്ങനെ പല പല ഇതിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കേട്ടോ, നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. ഷോ ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് വെച്ചാൽ നേരത്തെ ഉള്ളതും ഇപ്പോൾ ഉള്ളതും തമ്മിൽ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന റൂം ചെറിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടോ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചെരുപ്പൊക്കെ മാറി വേറെ ചെരുപ്പൊക്കെ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് മാറണം. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം. ടൂള് മാറണമെങ്കിൽ മാറ്റാം. അങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് നമുക്ക് റിനോവേഷൻ എന്നുള്ള പർപ്പസ് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഒരു ഇതാണ്. ഇതുപോലെ പല പല സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് അടുത്ത റൂം ഇതിന്റെ വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് എഡിറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നെ പല പല സാധനങ്ങളുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഫർണിച്ചർ നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചു. ഫർണിച്ചർ നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ, ഫർണിച്ചർ റിമൂവ്. ഇവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ഫർണിച്ചർ വേണ്ടായിരുന്നു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫർണിച്ചറുകളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ചെയറിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് കൊടുക്കുക. നമുക്ക് ആ ചെയർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണ്ടാത്ത ഫർണിച്ചറുകൾ ഇപ്പോൾ നിലവിലുള്ളതിനകത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതങ്ങനെ കണ്ടോ, ആ കസേര മാത്രം റിമൂവ് ആയതാണ്. ഇനി ഈ കസേരക്കകത്ത് പകരം നമുക്ക് ഇനി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവിടെ നമ്മുടെ എഡിറ്റ് പോവുക. എഡിറ്റ് പോയിട്ട് നമുക്ക് റൂം കമ്പോസറിൽ പോയിട്ട് ഈ റൂം കമ്പോസറിൽ പോയിട്ട് ആഡ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് ആം ചെയർ ആണ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇവിടെ ആം ചെയർ എടുത്തു. എന്നിട്ട് നമുക്ക് ഏത് ചെയർ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ചെയർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു ചെയർ ആണ് ആഡ് ചെയ്യണമെന്ന് കണ്ടോ, ജസ്റ്റ് ഈ ചെയർന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടതെങ്കിൽ ഇവിടെ ഇത് ചെയറോട് തിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അത് തിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതേപോലെ നമ്മുടെ കസേര നമുക്ക് കസ്റ്റമൈസ്ഡ് നമ്മുടെ ഉണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യായിരുന്നു ഏതെങ്കിലും കസേര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കും. ഇതിന്റെ അകത്ത് തന്നെ എയുടെ ഒരു ഇന്റർഫേസും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയുടെ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരും. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തുണ്ട് ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത് ലിവിംഗ് റൂം ആണ്. ആ ലിവിംഗ് റൂമിന്റെ അകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താനുള്ള ഇത് ജസ്റ്റ് ജനറേറ്റ് കൊടുക്കും. ഇത്രയും രീതിയിൽ നമുക്ക് നമ്മുടെ ഫർണിച്ചറുകൾ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ നമുക്ക് ആഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ടൂളല്ല, പല പല ടൂളുകൾ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ടൂളിൽ നിന്ന് വേറെ ടൂളുകളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഷോ ചെയ്ത് നോക്കാം. അത് അതിനകത്ത് വരുന്ന രീതിയിലേക്ക്. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചും കൂടെ ഒന്ന് റിയലിസ്റ്റിക് ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇതൊരു ഇതുമായിട്ടൊരു മാച്ചിങ് ആയിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് കൊണ്ടുപോയിട്ട് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് റീഡിസൈൻ കൊടുക്കുക. എന്നിട്ട് റീഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ബ്യൂട്ടിഫുൾ റീഡിസൈൻ കൊടുക്കും. എന്നിട്ട് ഇവിടെ ലിവിംഗ് റൂം കൊടുക്കുക, നോ സ്റ്റൈൽ കൊടുക്കും, എന്നിട്ട് ഇവിടെ കൊടുക്കും. ഇപ്പം ഇതിന്റെ ഒരു 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 നാച്ചുറലിറ്റിയിലേക്ക് ഇത് വന്നിട്ടില്ല. അപ്പൊ ആ നാച്ചുറൽ ഫീലിംഗ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു നാച്ചുറൽ ഇതിലേക്ക് വരും. ഇത് ഷോ ചെയ്തോ, നേരത്തേക്കാളും കുറച്ചുകൂടെ നാച്ചുറൽ ആയില്ലേ, കണ്ട കളർ വ്യത്യാസം ആ രീതിയിലേക്ക് വരാനായിട്ട്. ഇപ്പൊ നമ്മൾ റീഡിസൈൻ്റെ അകത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിന്റെ അകത്ത് ഇതായിരുന്നു വിചാരിച്ചു. അപ്പൊ ഇത് നമുക്ക് ഒരു പല രീതിയിൽ നമുക്ക് വീഡിയോ രൂപത്തിൽ ഇപ്പൊ കാണിക്കാം. ഇതിനകത്ത് പല രീതിയിൽ ഇപ്പൊ റൊട്ടേറ്റ് ക്ലോക്ക് വേസ്, റൊട്ടേറ്റ് കൗണ്ടർ ക്ലോക്ക് വേസ്, അങ്ങനെ പല രീതിയിലുണ്ട്. റൊട്ടേറ്റ് ക്ലോക്ക് വേസ് കൊടുക്കാം. ഇപ്പൊ എന്താ പറയുന്നത്, അപ്പൊ ഒരേ സാധനം തന്നെ ഇമേജ് മാത്രമല്ലാതെ നമുക്കത് വീഡിയോ രൂപത്തിൽ കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വീഡിയോ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുണ്ടോ, നമ്മൾ കാണാത്ത ആ ഒരു സൈഡിലെ വ്യൂ വരെ കിട്ടിയുണ്ടോ, ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലെടുത്തു നമുക്ക് കൗണ്ടർ ക്ലോക്ക് വേസ് നോക്കാം. തിരിച്ചൊന്ന് ഇറക്കി നോക്കാം. എങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ക്ലോക്ക് വേസ് ഡയറക്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതുകൊണ്ട് അത് തിരിച്ചു വരുന്നത്. രണ്ട് രീതിയിലേക്കുള്ള വ്യൂവും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. രണ്ട് റൊട്ടേറ്റ് ക്ലോക്ക് വേസ്, കൗണ്ടർ ക്ലോക്ക് വേസ് നമ്മൾ എടുത്തു. ഇത് നമുക്ക് സൂം ഇൻ ഉണ്ട്, സൂം ഔട്ട് ഉണ്ട്, ഇതുണ്ട്. ഇത് കോംബോ സൂം പ്ലസ് ടിൽറ്റ് നോക്കാം. അപ്പൊ ഈ വീഡിയോ കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഈ രീതിയിൽ പല ആംഗിളിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരേ ഇമേജിനെ തന്നെ നമുക്ക് പല രീതിയിലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ക്ലയന്റിന് അപ്പൊ കൊടുക്കാൻ നേരത്ത് ഒരു ഇമേജ് കൊടുക്കാതെ, ഒരു ഇത് കൊടുക്കാതെ പല രീതിയിലുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫർണിച്ചർ നമ്മൾ ചേഞ്ച് ചെയ്യണം മനസ്സിലാക്കി. ഇനി നമുക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടിട്ട് പല സാധനങ്ങളുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഫർണിച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനമുണ്ട്. മെറ്റീരിയൽ സ്വാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സ്വാപ്പ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ഒരു സോഫ. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് മെറ്റീരിയലാണ് മാറ്റേണ്ടതെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് മാറ്റങ്ങൾ വരും. ഇപ്പോൾ റഗ് ആണെങ്കിൽ റഗ്ഗിന്റെ മാറ്റങ്ങൾ വരുന്ന രീതിയിലാണ് നമുക്ക് ആഡ് ചെയ്യാൻ. ഇപ്പോൾ റഗ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ജനറേറ്റ് നോട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതുണ്ടോ, ബാക്കി ഒരു ചേഞ്ചസും ഇല്ല, അതിന്റെ മാറ്റ് മാത്രം വ്യത്യാസം വന്നു, അതിന്റെ കളർ മാറി. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ്, മെറ്റീരിയൽ ചേഞ്ചസ് വരുത്താം, കളർ ചേഞ്ചസ് വരുത്താം, പല രീതിയിലും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് വീടിനെ, റൂമിനെ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇനി അതല്ല നല്ല സാമ്പത്തികം കൊണ്ട് കുറച്ചുകൂടെ റിനോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് എന്നുള്ളതാണ് ഈ ഒരു ടൂളിന്റെ ഏറ്റവും വലിയ. അപ്പൊ ഇതേപോലത്തെ ടൂളുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രാക്ടീസ്